വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്ക് സർക്കാർ. ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയേക്കും. അജിത് കുമാറിന്റെ അവധി നീട്ടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായാണ് വിവരം. പകരം ചുമതല ADGP H വെങ്കിടേഷിന് നൽകിയേക്കും. റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. റിനു ശ്രീധർ, ഗുഡ് ഈവനിംഗ്. ഓണക്കാലത്ത് ADGPക്ക് പദവിയിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഓണാഘോഷത്തിലേക്ക് പോകേണ്ടി വരുമോ? നേരത്തെ കൊടുത്ത അവധിയുടെ അപേക്ഷ പരിഗണിക്കുന്നതിനൊപ്പം ഒരു സസ്പെൻഷൻ കൂടി അടിച്ചു കൊടുക്കാനുള്ള സാധ്യതയാണോ? നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലവിധ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. PV അൻവർ MLA തന്നെ വലിയ രീതിയിലുള്ള ആരോപണവുമായി രംഗത്തു വന്നെങ്കിലും ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കൈക്കൊണ്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ആരോപണം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ CPM-ഉം LDF-ഉം അത്ര നിസ്സാരമായി കാണുന്നില്ല. RSS BJP നേതാക്കളെ ഇദ്ദേഹം രഹസ്യമായി കണ്ടു എന്നുള്ളതാണ്. തെളിവുകൾ പോലും അവശേഷിക്കാതെയുള്ള കൂടിക്കാഴ്ചയായിരുന്നു. എന്നാൽ ആ കൂടിക്കാഴ്ച എന്തിന് എന്നുള്ളത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദുരൂഹത തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിന് ഇടയിലാണ് ഇന്നലെ വൈകുന്നേരം DGP മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. DGP-യും അതുപോലെ തന്നെ ക്രൈം ADGP H വെങ്കടേഷും ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുമായി നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഈ കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം ഉയർന്നു വന്നത്. ഇദ്ദേഹം 14-ാം തീയതി അജിത് കുമാർ ഒരു നേരത്തെ തന്നെ ലീവിൽ പോകുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു, 4 ദിവസത്തേക്ക്. എന്നാൽ ആ ലീവ് കുറച്ചു ദിവസം കൂടി നീട്ടട്ടെ എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ച് ADGP ആയിട്ടുള്ള H വെങ്കടേഷിനെ ചുമതല ഏൽപ്പിക്കുവാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം 14-ാം തീയതി വരെ ക്രമസമാധാന ചുമതലയിൽ ADGP അജിത് കുമാർ തന്നെയായിരിക്കും തുടരുക. ഈ 14-ാം തീയതിക്ക് ശേഷമുള്ള ലീവിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ചുമതല H വെങ്കടേഷിന് കൈമാറുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ലീവ് നീട്ടി നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ലീവ് നീട്ടിയെടുക്കുവാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും CPM-ഉം LDF-ഉം മറ്റ് വിവിധ രാഷ്ട്രീയ സംഘടനകളെല്ലാം തന്നെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിരോധം മുഖ്യമന്ത്രിക്കെതിരെ തീർക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകുവാൻ വേണ്ടി മുഖ്യമന്ത്രി ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. സുജയ, ഓക്കെ, താങ്ക് യു. റിനു ശ്രീധറാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത്. 4 ദിവസത്തെ അവധി, അത് ഓണക്കാലത്തെ അവധി, നേരത്തെ അപേക്ഷിച്ച അവധിയാണ് എന്ന് പറയുമ്പോഴും ഇനി അങ്ങോട്ട് അവധി നീട്ടേണ്ട, ഈ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമാണോ ഉണ്ടാവുക എന്നതാണ് അറിയേണ്ടത്. ADGP RSS കൂടിക്കാഴ്ചയിൽ